360 ഇറങ്ങിക്കോയില്ല. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസം കേട്ടോ ഡ്രാഗൺസ്ബർഗിലെ. ഇന്നിപ്പോൾ രാവിലെ കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല നിശബ്ദതയാട്ടോ ഇവിടെ മൊത്തത്തിൽ. ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്ന ഏകദേശം 5 ഡിഗ്രി കേട്ടോ. 5 ഡിഗ്രി ആണെങ്കിലും വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഇത് ചെറിയൊരു ടീഷർട്ടും ജാക്കറ്റും ഇട്ടായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഇവിടുന്ന് അവിടെ റെസ്റ്റോറൻറ്റ്, അവിടെ വരെ നടന്നു പോകാൻ വേണ്ടി ഒരു 2 മിനിറ്റ് മതി. നമ്മളെന്നിട്ട് കാറെടുത്താട്ടോ പോയത്. അത്രയും കാറ്റായിരുന്നു. ഇന്നിപ്പോൾ കാറ്റൊന്നുമില്ല. അതെ, മലയിൽ മഞ്ഞ് കയറിയിട്ടുണ്ട്, കാണിച്ചു തരാം. മലയിലൊക്കെ മഞ്ഞ് കയറിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ടേബിൾ ടോപ്പ് മൗണ്ടൻ പോലെയൊക്കെ ആയി കേട്ടോ. ഡ്രാഗൺസ്ബർഗ് ശരിക്കും മഞ്ഞ് മൂടുന്ന മലയാണ് കേട്ടോ. അപ്പം നല്ല മഞ്ഞുള്ള സമയത്ത്, തണുപ്പുള്ള സമയത്ത് മഞ്ഞ് കയറുന്ന സ്ഥലമാണ്. ഈ മൗണ്ടൻസ് എല്ലാം മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഒരു പടം കിട്ടുവാണെങ്കിൽ ഞാൻ ഒന്ന് ടാഗ് ചെയ്ത് തരാം കേട്ടോ. ഡ്രാഗൺസ്ബർഗ് സ്നോ ചെയ്യുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്ത് സെപ്റ്റംബറിലായിരുന്നു. ഒരു മാസം മുന്നേ വരുമായിരുന്നെങ്കിൽ നമുക്ക് ഡ്രാഗൺസ്ബർഗ് ഇങ്ങനെ കാണാമായിരുന്നു കേട്ടോ. അച്ഛനൊക്കെ കഴിഞ്ഞാൽ വന്നപ്പം ഡർബന് പോകുന്ന വഴിക്ക് ഡ്രാഗൺസ്ബർഗിലെ മലയൊക്കെ മഞ്ഞ് കയറി കിടക്കുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത്. ഇന്നലെ പൂളിലൊക്കെ ചാടി ഇറങ്ങിയുണ്ടാന്ന് തോന്നുന്നു. ആ തണുപ്പത്ത് തൊണ്ടയ്ക്ക് ചെറുതായിട്ടൊരു അസ്വസ്ഥതയുണ്ട്. നമുക്ക് ഇച്ചിരി ചൂടുവെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കൂടുതൽ ആൾക്കാർ കൂടി കേട്ടോ. അതുകൊണ്ടോ ലൈറ്റ് ഇട്ടേക്കുന്നതാണ് ആൾക്കാരുള്ളത്. 1, 2, അതുപോലെ തന്നെ അവിടെ 2 ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുമെല്ലാം അതിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ കേട്ടോ. നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. നമ്മൾ ഡ്രാഗൺസ്ബർഗ് ഒക്കെ ഒന്ന് കറങ്ങി നമ്മൾ നേരെ ഇന്ന് ക്ലാരൻസിലേക്കാട്ടോ പോകുന്നത്, നമ്മുടെ അടുത്ത ലൊക്കേഷൻ. അപ്പോൾ ഡ്രാഗൺസ്ബർഗ് മൗണ്ടൻസില്ലേ, സൗത്ത് ആഫ്രിക്കയുടെ നോർത്ത് ഈസ്റ്റ് തൊട്ട് സൗത്ത് വെസ്റ്റ് വരെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു മലയാട്ടോ. 1200 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സൗത്ത് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ ഓറഞ്ച് റിവർ അത് ഉത്ഭവിക്കുന്ന ഇവിടുത്തെ മലോട്ടി മൗണ്ടൻസിൽ നിന്നാട്ടോ. അത് ലെസോത്തോ വഴി അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് വന്നു ചേരും കേട്ടോ. നമുക്കിനി പോകുന്ന വഴിക്ക് ഇവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഒരു ടൊയോട്ട ഫ്ലാറ്റ് ബെഡ് കയറി പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർക്ക് ലോൺ എടുക്കാൻ സമയം എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഡ്രാഗൺസ്ബർഗിലെ ഒരു കടയിൽ വന്നു കേട്ടോ. നല്ല ഒരു രസമുണ്ടല്ലേ. ബോർഡർ പോസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. നമ്മളവിടെ റെസ്റ്റോറൻറ്റിൽ കണ്ട ഒരു സുന്ദരി പൂച്ച കേട്ടോ. നമ്മളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്നെ മിന്നുവിനെ മുട്ടി ഒരുമി നടക്കുമായിരുന്നു. ഇപ്പം ഇവളായിരുന്നു അവിടുത്തെ സ്റ്റാർ കേട്ടോ. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഹലോ 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 കിറ്റി, ഹലോ കിറ്റി, മനസ്സിലായി. ഇത് ചെറിയൊരു കഫേ പോലത്തെ ഒരു സെറ്റപ്പാണ്. നമ്മൾ പുറത്തിരുന്ന കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. അവിടെ മെനു കണ്ട ഒരു വെറൈറ്റി സാധനം കേട്ടോ, ഓക്സ്ടെയിൽ സൂപ്പ്. ബീഫിൻ്റെ വാല് വെച്ചിട്ടുണ്ടാക്കുന്ന സൂപ്പാട്ടോ. ഞാനും വൈഷ്ണവനും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടോ. പിന്നെ കുറച്ച് ടോസ്റ്റും ഓംലെറ്റും ഒക്കെ ഓർഡർ ചെയ്തു. ഈ കഫേയോട് ചേർന്ന് താമസിക്കാനുള്ള കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും മിന്നും പൂച്ച ഫാൻസ് ആയതുകൊണ്ട് ഇവളുടെ പുറകെ കുറേ നേരം ഞങ്ങൾ നടന്നു കേട്ടോ. ഇവക്കാണെങ്കിലും ഞങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പട്ടികളിൽ കുറേ വെക്കുന്നു കേട്ടോ. അപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് 2 ചൗച്ചോ എന്ന് പറഞ്ഞ ഡോഗ്സ്. ഡോഗ്സ് പൊതുവേ റോട്ട് വീലർ പോലെ ഇച്ചിരി പെശകാണ്. പക്ഷേ ഇവന്മാർ അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ തന്നെ ഇവർ തമ്മിൽ വലിയ കൂട്ടും കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പൂവല്ലേ. പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ 2 കൂടെ വഴക്ക് തുടങ്ങി കേട്ടോ. ഇത് ആ കഫേയോട് ചേർന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യൂരിയോ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് ക്രാഫ്റ്റും കുറച്ച് തൊപ്പികളും കുറച്ച് പാത്രങ്ങളും ഒക്കെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയ കടയുണ്ട് കേട്ടോ. ഈ ഷെൽഫിലിരിക്കുന്ന ജാമും സോസും ഒക്കെ അവിടെ ഹാൻഡ് മെയ്ഡ് ആട്ടോ. നമ്മളൊരു സ്ട്രോബെറി ജാം അവിടെ നിന്ന് മേടിച്ചു. ഈ പോർച്ചുഗീസ് സോസ് നമ്മൾ ഇന്നലെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടോ. നല്ല ഉള്ളിച്ചമ്മന്തി പോലെയാണ്, ദോശയുടെയൊക്കെ നൈസായിരിക്കും. പിന്നെയും കുറേ ക്രാഫ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോഴത്തേനും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് മിന്നു ഓർഡർ ചെയ്തൊരു ഓംലെറ്റ് ആട്ടോ. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഫില്ലിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഓരോന്നോരോന്നായി നമ്മുടെ ടോസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ബോർഡർ പോസ്റ്റിലെ ലൊക്കേഷനും അവിടുത്തെ ഫുഡും അവിടുത്തെ സർവീസൊക്കെ നമ്മൾ ഒന്നുകൂടെ അവിടെ പോകാൻ വേണ്ടി കൊതിപ്പിക്കും കേട്ടോ. ഇവിടെ മൗണ്ടൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ചെടികളുടെയും മരങ്ങളുടെയൊക്കെ എണ്ണം കുറവാട്ടോ. പൊതുവേ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന മൗണ്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെ റോക്ക് ഫോർമേഷൻസ് നല്ലപോലെ കാണാം. ഇവിടുത്തെ വഴികൾ അത്യാവശ്യം നല്ല കർവി കേട്ടോ. നല്ല ഹെയർ പിന്നൊക്കെ ഉള്ള റോഡ്സാണ്, സ്ട്രെയിറ്റ് റോഡ്സ് അല്ല. അപ്പോൾ അവിടെ എവറസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി ഞാൻ വണ്ടി എടുത്തത് കേട്ടോ. ഇതിൻ്റെ ആ 3 ലിറ്റർ V6ഉം ബാക്കിയുള്ള ഇലക്ട്രോണിക്സും റിഫൈൻമെൻറ്റും ഒക്കെ കാരണം ഈ വഴികളിലൂടെയൊക്കെ ഓടിക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ശരിക്കും എൻജോയ് ചെയ്തൊരു ഡ്രൈവാണ് ഡ്രാഗൺസ്ബർഗിൽ കൂടെയുള്ള ഡ്രൈവ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് ഈ മലകളൊക്കെ കണ്ടുള്ള ഈ സീനിക് ഡ്രൈവ്. അപ്പോൾ നമ്മളിന്ന് ഡ്രാഗൺസ്ബർഗിൽ ഒരു നാഷണൽ പാർക്കിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്രൂഗറിൽ നമ്മൾ പോയില്ലേ, അത്ര ഇല്ലെങ്കിലും അതുപോലത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമ്മൾ കുറേ ദൂരം ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബോർഡ് കണ്ടു, യു ആർ എക്സിറ്റിംഗ് ദിസ് നാഷണൽ പാർക്ക് എന്ന്. അപ്പോൾ മാപ്പിൽ നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി, പുറകിൽ എവിടെയായിരുന്നു അതിൻ്റെ എൻട്രൻസ് എന്നുള്ളത്. പിന്നെ വണ്ടി
തിരിച്ച് നേരെ നമ്മൾ ആ കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന ഒരു സ്ഥലം കണ്ടായിരുന്നു. അവിടെ വരെ നമുക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗോൾഡൻ ഗേറ്റ് നാഷണൽ പാർക്കിനുള്ളിൽ കയറാൻ വേണ്ടി ഒരു പരിപാടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ടിക്കറ്റിങ് എവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. മാപ്പിലുള്ള സ്ഥലത്ത് വന്നിട്ട് വേറൊരു ഹോട്ടലിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാൾ പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വിട്ടേക്കുക കേട്ടോ. ഇവിടെ ഒരു ഗരാജ് ഉണ്ട്, പെട്രോൾ പമ്പ്, അതിൻ്റെ സൈഡിലാണ് അതിൻ്റെ ടിക്കറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈശ്വര്യനും അച്ഛനോട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓടിച്ച് വന്നത് ഫുള്ള് ഇങ്ങനെയുള്ള മലകളുടെ കൂടെയായിരുന്നു കേട്ടോ. കാരണം പാർക്കിൽ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള കൂബർ പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ഒന്നുമില്ല. പക്ഷേ ഒരു കിടിലൻ മിനി കൂപ്പർ കിടക്കുന്നുണ്ട് അവിടെ. ഈ മരം നിൽക്കുന്നുണ്ട്, എന്നാ ലഷ് ഗ്രീൻ ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. എനിക്കും മിനുവിനും ചിറ്റയ്ക്കും കയറാൻ വേണ്ടി പാസ്പോർട്ടും വേണം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റും എടുക്കണം കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിൽ തന്നെ അവിടെയുള്ള ആക്ടിവിറ്റീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രാഗൺസ് പാർക്കിൽ കുറേ കേവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പണ്ട് ആൾക്കാർ താമസിച്ചിരുന്നത്. അതിനകത്തൊക്കെ കുറേ ആർട്ട് വർക്കൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പോയി കാണാം. അപ്പോൾ ഈ കാണുന്ന ബേർഡ്സ് ആൻഡ് ആനിമൽസാണ് ഈ നാഷണൽ പാർക്കിൽ കയറിയാൽ കാണാൻ പറ്റുന്നത്. ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ അച്ഛന് വൈൽഡ് കാർഡ് എന്നൊരു കാർഡുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ആഫ്രിക്കയിലുള്ള ഓൾമോസ്റ്റ് സൗത്ത് ആഫ്രിക്കയിലുള്ള പാർക്സിലെല്ലാം ഫ്രീ എൻട്രി കേട്ടോ. ആ പാസിന് 1000 റാൻഡും കണ്ടോ ഒരു വർഷത്തിന്. അൺലിമിറ്റഡ് എൻട്രിയാണ്. ക്രൂഗർ കയറാൻ വേണ്ടി എടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ ആരെങ്കിലും സൗത്ത് ആഫ്രിക്കയിലെ ഡ്രാഗൺസ് പാർക്കിലെ ഗോൾഡൻ ഗേറ്റ് നാഷണൽ പാർക്ക് വരുവാണെങ്കിൽ ഇതാട്ടോ അതിന് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം. ഈ ഗരാജിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിലാട്ടോ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോകാട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് കുറേ വ്യൂ പോയിന്റ്സിൻ്റെ പേരുകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. പൊട്ടിക്കിടപ്പുണ്ടോ? ഉണ്ട്. ഇവിടെ ക്രൂഗർ പോലെ ചെക്കിങ്ങോ സെക്യൂരിറ്റിയോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഓടിച്ചങ്ങ് പാർക്കിലേക്ക് കയറിയേ ഉള്ളൂ. ഇതവിടുത്തെ ഒരു ചെറിയ ഡാമാട്ടോ. വെള്ളമൊക്കെ ഇച്ചിരി കുറവാണ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു മലയിലേക്കാട്ടോ. ആ മലയിൽ കൂടെ കുറേ വഴിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടാർ ചെയ്തിട്ടുണ്ട്. വൺ വേ ആണ്. അതുപോലെ തന്നെ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ആട്ടോ അവിടെയുള്ള വ്യൂ പോയിൻറ്റ്സ്. ഇത് ക്രൂഗർ പോലെ ഡെവലപ്ഡ് അല്ല, ഡെവലപ്പിംഗ് സ്റ്റേജിലാട്ടോ ഇരിക്കുന്നത്. ഞങ്ങൾ ആ ഡാമിൻ്റെ അവിടെ കുറച്ച് നേരം നിന്ന് കേട്ടോ. അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി ഏതെങ്കിലും ആനിമൽസൊക്കെ വരുമെന്ന് അറിയാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാട്ടോ. നമ്മൾ ആ ഡാമിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ വെള്ളക്കെട്ട് കണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ വൈശാനോട് പറഞ്ഞു തിരിച്ചു വരുമ്പം ഈ വെള്ളം നമുക്ക് തെറിപ്പിക്കുന്ന ഒരു ഷോട്ട് എടുക്കണം. പുത്തൻ വണ്ടിയ 3000 കിലോമീറ്റർ ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ ഓടിച്ചത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് വണ്ടി ഓടിച്ച് നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് എത്തി കേട്ടോ. അവിടെ എഴുതി വെച്ചേക്കുന്ന ഒരു രസകരമായ ഒരു ബോർഡ് കണ്ടോ. അതേതായാലും ഒരു നല്ല മെസ്സേജാണ് അല്ലേ. നമ്മളെല്ലാ സ്ഥലത്തും വന്ന് വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും പോവും. സൂഹോക്ക് ലുക്ക് ഔട്ട് പോയിൻ്റ്, സ്മോൾ ട്രക്കിങ്, വലിയ ഹെവി ഒന്നുമല്ല, ജസ്റ്റ് ചെന്ന് മേളിൽ നോക്കാം. തണുപ്പുണ്ടോ? ഇതാ പാർക്കിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കുറേ സിപ്പ് ലൈനിൻ്റെ കൂട്ടം കേട്ടോ. ഒരു സിപ്പ് ലൈൻ അല്ല, അവിടെ കുറേ സിപ്പ് ലൈൻസ് ഉണ്ട്. നിങ്ങൾ ഈ സ്റ്റെപ്പിൽ നിന്ന് നോക്കി കാണാൻ പറ്റും. ഒരെണ്ണം അങ്ങോട്ട് പോകുന്നു ഓപ്പോസിറ്റുള്ള മലയിലേക്ക്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 3-4 സിപ്പ് ലൈൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ പണി പൂർത്തിയായി വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ മുന്നോട്ട് തന്നെ ഓടിച്ചു പോയിട്ടോ. ആ പാർക്കിൽ ഇതുപോലെ കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഓരോ വ്യൂ പോയിൻറ്റ്സ് ആണ്. നമ്മൾ അവിടെ ഒന്ന് നിർത്തി ഇറങ്ങാമെന്ന് വെച്ചാൽ അവിടെ ആനിമൽസിനൊന്നും കാണാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഓടിച്ചു പോയി കേട്ടോ. വളരെ പോയിട്ട് വരാം. ഗോൾഡൻ ഗേറ്റ് വാൾച്ചർ ഹൈഡ്. ഇത് വൾച്ചേഴ്സിനെയൊക്കെ ഫീഡ് ചെയ്യുന്നൊരു സ്ഥലം കേട്ടോ. നമുക്ക് മുന്നേ പോയ ഒരു സായിപ്പ് പറഞ്ഞു അവിടെ കുറേ ഫുഡൊക്കെ കിടപ്പുണ്ട്, പക്ഷേ വൾച്ചറിനെ ഒന്നും കണ്ടില്ല. എടുത്തിട്ടുണ്ടാവും. ചോദിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ മലയാളികളോട് സംസാരിക്കുന്ന പോലെ അവിടെ എന്താ കാണാനുള്ളത്? ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട് കേട്ടോ. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇതേ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സ്റ്റോപ്പ്, ബി ക്വയറ്റ്, ലിസൺ ആൻഡ് ബ്രീത്ത്. അതിപ്പോൾ ബ്രീത്ത് ചെയ്യണമെന്ന് പറയണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്ത് പോകും കേട്ടോ. അതുപോലത്തെ അത്യാവശ്യം നല്ല ട്രക്കിങ് തന്നെയാണ്. അപ്പോൾ ഇതിന് മുന്നിൽ ഒരു ചെറിയൊരു ബിൽഡിങ് കാണുന്നുണ്ട് കേട്ടോ. സായിപ്പിന് ഭാഗ്യമില്ലാത്തതുകൊണ്ട് വൾച്ചേഴ്സിനൊന്നും കണ്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം. ക്രൂഗറിൽ പോയപ്പോൾ നമുക്ക് കുറേ എണ്ണത്തിനൊക്കെ കാണാൻ പറ്റിയല്ലോ. ലെപ്പേഡിനെ വെച്ച് നമ്മളെല്ലാം ക്രൂഗറിൽ കണ്ടു.
ഓ ഇങ്ങനെ ഒരു ഹൈഡ് ഔട്ട് പോലത്തെ. അപ്പോൾ ആ ദൂരെ കൂട്ടത്തിൽ കിടക്കുന്നുണ്ടോ ഈ കിടക്കുന്നത്, ഇതൊക്കെ മാനുകളുടെയൊക്കെ എല്ലുകളാട്ടോ. വൾച്ചറിന് കൊടുത്തിട്ട് ബാക്കി വന്നേക്കുന്ന എല്ലുകളാണ്, തിന്നിട്ട് ബാക്കി ഇട്ടേക്കുന്നത്. ഇത് പക്ഷേ നല്ലൊരു ഐഡിയ, നല്ലൊരു ഐഡിയ ആണ്. ഒരുപാട് ഇങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അതാണ് വൾച്ചർ വരാത്ത. സൈഡ് നോക്കാനല്ല, ക്യാമറ അപ്പോൾ വൾച്ചർ പോയിന്റിൽ പോയിട്ട് നിങ്ങൾ കണ്ടല്ലോ, നല്ല ഐഡിയ അല്ലേ. അങ്ങനെ അങ്ങനെ ഒന്ന് കാണുമ്പോൾ അതിന് ശല്യമില്ല. ഈ ഉച്ച സമയമായിട്ടായിരിക്കും, ചിലപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ ആയിരിക്കും ഫീഡിങ്. അത് നല്ലൊരു ഐഡിയയാണ്. നമ്മുടെ വച്ചേഴ്സിനെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. അത്യാവശ്യം നല്ലൊരു വാക്കുണ്ട് കേട്ടോ. നമ്മൾ ആ ദൂരെ വണ്ടി കിടക്കുന്നുണ്ടോ, അവിടെ വരെ നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രാഗൺസ്ബർഗ് വ്യൂ പോയിന്റ് കേട്ടോ. നമ്മൾ ഗൂഗിളിലൊക്കെ ഡ്രാഗൺസ്ബർഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന വ്യൂ പോയിന്റ് ഇതാട്ടോ. പിന്നെ നമ്മൾ ഡ്രാഗൺസ്ബർഗ് മൊത്തത്തിൽ ഒരു ധൃതി പിടിച്ചിട്ടാട്ടോ കണ്ടത്. അധികം ദിവസങ്ങൾ നമുക്കില്ലായിരുന്നല്ലോ. ഒരു 2 ദിവസമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ടോ ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഡ്രാഗൺസ്ബർഗ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രാഗൺസ്ബർഗ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു പ്രകൃതി ഭംഗിയായിരുന്നു കേട്ടോ. ഒരു വീക്കെൻഡൊക്കെ ഫ്രണ്ട്സായിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയായിട്ടത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ക്ലാരൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ടൗൺ കേട്ടോ ക്ലാരൻസ്. സൗത്ത് ആഫ്രിക്കാസ് ലിറ്റിൽ സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിനെ കുറിച്ച്. ഡ്രാഗൺസ്ബർഗിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ ഉണ്ട് ക്ലാരൻസിലേക്ക്. അപ്പോൾ ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് വീട് പിടിക്കുക. ക്ലാരൻസിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.